ആത്മീയ തലത്തിൽ എല്ലാ ഉപവാസവും ഒരേപോലെയല്ല. കാരണം ചില ഉപവാസത്തിന് മറ്റുള്ളതിനേക്കാൾ ആഴമേറിയ തലങ്ങളുണ്ട്. ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ 40 ദിവസം തന്നെ ഉപവസിക്കണം എന്നില്ല. എന്നാൽ എല്ലാ ഉപവാസത്തെയും ഒരേപോലെ കണക്കാക്കരുത്. നാം ജിമ്മിലൊക്കെ കാണുന്നത് പോലെ ചെറിയ വെയിറ്റ് എടുക്കുന്നവരുണ്ടാകും, കുറച്ച് നന്നായിട്ട് വെയിറ്റ് എടുക്കുന്നവരും ഉണ്ടാകും, നല്ല ബോഡിയൊക്കെ ബിൽഡ് ചെയ്ത് ഒരുപാട് വെയിറ്റ് എടുക്കുന്നവരും ഉണ്ടാകും. അതേപോലെ തന്നെ ഉപവാസത്തിനും പല തലങ്ങളുണ്ട്. ഓരോ തലവും നിങ്ങളുടെ ആത്മാവിൻ്റെ വ്യത്യസ്ത കാര്യങ്ങളെയും ആത്മീയ പ്രതിരോധനത്തിന്റെ കാര്യങ്ങളെയും കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഉപവാസത്തിലുള്ള ഈ തലങ്ങൾ നിങ്ങളുടെ ആത്മാവിന് എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഉപവാസത്തിന്റെ ആദ്യ തലം എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ഉപവാസമാണ്. ഇത് പലപ്പോഴും രാവിലെ മുതൽ വൈകിട്ട് വരെയോ അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവനും, അതായത് 24 മണിക്കൂറും എടുക്കാറുണ്ട്. ഇത് കൂടുതലും പെട്ടെന്ന് നമ്മെ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഉപവാസമായിട്ടാണ് എടുക്കാറുള്ളത്. അങ്ങനെ ജഡത്തിലുണ്ടാകുന്ന പെട്ടെന്നുള്ള ആഗ്രഹങ്ങളെ കുറയ്ക്കാൻ പറ്റും. ഒരു ദിവസം പ്രധാനമായിട്ടുള്ള പോരാട്ടം എവിടെയാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ ആദ്യം മനസ്സിലും പിന്നെ വയറിലുമാണ്. എപ്പോഴും യജമാനനെ പോലെ നിന്ന് ശീലിച്ച ശരീരത്തോട്, അതായത് എന്തേലും കഴിക്കാനുള്ള ആഗ്രഹം തോന്നിയാൽ കഴിക്കും, ചായ കുടിക്കാൻ തോന്നിയാൽ കുടിക്കും, അങ്ങനെ ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു യജമാനനെ പോലെയാണ് ശരീരം എന്ന് പറയുന്നത്. അങ്ങനെ ശീലിപ്പിച്ച നമ്മുടെ ശരീരത്തിന്റെ അടുത്ത് പെട്ടെന്ന് ഒരു ദിവസം ഇല്ല എന്ന് പറയുന്നു. ആത്മീയ തലത്തിൽ ഒരു ദിവസത്തെ ഉപവാസം എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമില്ലാത്തതല്ലേ എന്ന് നാം ചിലപ്പോൾ വിചാരിക്കും. പക്ഷേ നിങ്ങൾ ആത്മീയ കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ എടുക്കുന്നു എന്ന് സ്വർഗത്തിന് സൂചന നൽകുന്ന ഒരു കാര്യമാണത്. ആത്മീയ പരിപാലനത്തിനും നിങ്ങളുടെ ജഡത്തെ കീഴ്പ്പെടുത്താനും ഇത് നല്ലൊരു മാർഗമാണ്. സങ്കീർത്തനം 35:13 ഇങ്ങനെ പറയുന്നു: ഉപവാസം കൊണ്ട് ഞാൻ ആത്മതപനം ചെയ്യുന്നു. ഇവിടെ ആത്മതപനം എന്ന വാക്കിന്റെ എബ്രായ പദം ആന എന്നാണ്. അതിന്റെ അർത്ഥം പീഡിപ്പിക്കുക, താഴ്ത്തുക എന്നാണ്. ഉപവാസം നിങ്ങളുടെ ആത്മാവിനെ ദൈവത്തിന് പൂർണ്ണമായി ഏൽപ്പിക്കാൻ നിർബന്ധിക്കുന്നു. 1 കൊരിന്ത്യർ 9:27 നമ്മുടെ ശാരീരിക ആഗ്രഹങ്ങളെ ആത്മാവ് കൊണ്ട് നിയന്ത്രിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. പൗലോസ് അവന്റെ ശരീരത്തെ പരിശീലിപ്പിച്ച പ്രധാന മാർഗങ്ങളിലൊന്ന് ഉപവാസമായിരുന്നു. 2 കൊരിന്ത്യർ 11:27 ഈ ഉപവാസം എന്ന് പറയുന്നത് അവന്റെ ജീവിത ശൈലിയായി തന്നെ മാറിയെന്നും ഉപവാസം ദൈവത്തിന്റെ കൂടെ തന്നെ നടക്കുന്ന ഒരു പതിവ് ഭാഗമാണ് എന്നും പറയുന്നുണ്ട്. ഈ ഒരു ദിവസത്തെ ഉപവാസം എന്ന് പറയുന്നത് അനുതാപം അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ചുള്ള വ്യക്തത കിട്ടാനായിട്ട് ചെയ്യാറുണ്ട്. ന്യായാധിപന്മാർ 20:26 യുദ്ധങ്ങളിൽ തോറ്റുപോയതിനു ശേഷം ഇസ്രായേൽ ജനം അന്നത്തെ ദിവസം ഉപവസിച്ച് കരഞ്ഞ് ദൈവത്തിന്റെ അടുത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള മാർഗനിർദ്ദേശം അന്വേഷിച്ചു. ഒരു ദിവസത്തെ വളരെ ശ്രദ്ധേയമായ ഉപവാസത്തിന് അസ്വസ്ഥമായ ആത്മാവിനെ ശാന്തമാക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ചെയ്യാം. അല്ല, ആരോഗ്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇങ്ങനെ ഒന്ന് ചിന്തിച്ചേ, ഒരു ദിവസത്തെ ഉപവാസം നിങ്ങളുടെ ജഡത്തിന്റെ ആഗ്രഹത്തെ കുറച്ച് ദൈവത്തിന്റെ ശബ്ദത്തെ പിന്നെയും കേൾക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മെ ഒരുക്കുന്നു. പലപ്പോഴായി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആത്മാവിന് വളരെ നല്ലതാണ്. ശാരീരിക ആരോഗ്യപരമായി നോക്കിക്കഴിഞ്ഞാൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയും. അങ്ങനെ ശാരീരികപരമായും വളരെ നല്ലതാണ്. നിങ്ങൾ ആത്മീയമായി തളർന്നു പോയതുപോലെയോ അല്ലെങ്കിൽ വചനത്തിൽ നന്നായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുണ്ടെങ്കിലോ ഈ ഒരു ദിവസത്തെ ഉപവാസം ചെയ്തു നോക്കുക. പലപ്പോഴും നാം ചെയ്യുന്ന ചെറിയ ക്രമീകരണങ്ങൾ പോലും ഭയങ്കരമായിട്ടുള്ള വ്യക്തത നമുക്ക് തരും. ഇനി 3 ദിവസത്തെ ഉപവാസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. അത് കുറച്ചുകൂടി ആഴമുള്ളതാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ചെയ്യുന്ന ഉപവാസമാണിത്. ചിലർ ഇതിനെ എസ്തർ ഉപവാസം എന്നും പറയാറുണ്ട്. എസ്തർ 4 യഹൂദ ജനത്തിനു വേണ്ടി മധ്യസ്ഥത വഹിക്കാൻ രാജാവിന്റെ മുമ്പിൽ പോയി നിൽക്കുന്നതിന് മുമ്പ് എസ്തർ 3 പകലും 3 രാത്രിയും ഉപവാസം വിളിച്ചുകൂട്ടി. അത് അടിയന്തര തലത്തിലുള്ള ഉപവാസമായിരുന്നു. നിങ്ങളുടെ നിലനിൽപ്പിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെയോ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ ഈ ഉപവാസം ചെയ്യുന്നത് നല്ലതാണ്. 3-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും നിങ്ങളുടെ ശരീരത്തിലുള്ള പഞ്ചസാരയുടെ അളവ് കുറയും, കൊഴുപ്പ് കുറയും. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ മനസ്സ് ലോകത്തിൽ നിന്ന് വേർപെടാൻ തുടങ്ങും. 3 ദിവസത്തെ ഉപവാസം ആത്മാവിൻ്റെ അകത്തുണ്ടാകുന്ന ആ ഭാരത്തിൻ്റെയും ആശയക്കുഴപ്പത്തിൻ്റെയും ചിന്തയെ ഇല്ലാതാക്കും. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഇല്ലാതാക്കാനും എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ശത്രുവിൻ്റെ പദ്ധതിയെ തകർക്കാനായിട്ടും ഇത് വളരെ നല്ലതാണ്. ഈ 3 എന്ന് പറയുന്ന സംഖ്യ പുനരുത്ഥാനത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട്. 3-ാം ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ മരിച്ചുപോയി എന്ന് വിചാരിച്ച കാര്യങ്ങൾ വീണ്ടും ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങും. അതുകൊണ്ട് 3 ദിവസത്തെ ഉപവാസം നമ്മുടെ ജീവിതത്തിൽ മാറാത്ത ചില സ്വഭാവങ്ങളെ തകർക്കും. പിന്നെ പ്രധാന തീരുമാനങ്ങൾ എടുക്കാനോ ആത്മീയമായി ഏറ്റുമുട്ടാൻ പോലും നിങ്ങളെ തയ്യാറാക്കും. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ കാര്യം വളരെയേറെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആത്മാവിൽ പ്രേരണ ഉണ്ടെങ്കിൽ മാത്രം
നിങ്ങൾക്ക് ശാരീരികമായി കഴിയുമെങ്കിൽ മാത്രം ഈ ഉപവാസം പൂർണ്ണമായിട്ട് എടുക്കുക. വെള്ളം മാത്രം കുടിച്ചാൽ മതി. അല്ലെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താം. വേണമെങ്കിൽ ഭക്ഷണം മാത്രം ഒഴിവാക്കി ദ്രാവകങ്ങൾ മാത്രം ഉപയോഗിച്ച് ഉപവസിക്കാം. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ്. നിങ്ങളുടെ ഉപവാസത്തിൻ്റെ ശക്തി നിങ്ങൾ എത്ര ദിവസം ഉപവസിച്ചു എന്നതിലല്ല കാര്യം, മറിച്ച് നിങ്ങളുടെ ഹൃദയം എത്രത്തോളം ഏകാഗ്രതയോടെ ആയിരിക്കുന്നു എന്നതിലാണ്. ഇനി 7 ദിവസത്തെ ഉപവാസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. 7 എന്ന സംഖ്യ ബൈബിളിലെ പൂർണ്ണത, പൂർത്തീകരണം എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു സംഖ്യയാണ്. നിങ്ങൾ 7 ദിവസം ഉപവസിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആത്മാവിൽ പുനഃസജ്ജീകരണം ഉണ്ടാകും. ഇതിനെ എരിഹോ ഉപവാസം എന്നും പറയാറുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഇസ്രായേലിയർ 7 ദിവസം എരിഹോയ്ക്ക് ചുറ്റും നടന്നു. 7-ാം ദിവസം മതിലുകൾ ഇടിഞ്ഞു വീണു. 7 ദിവസത്തെ ഉപവാസം ശരിക്കും പറഞ്ഞാൽ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണ്. പെട്ടെന്നുണ്ടായ ഒരു പ്രതിസന്ധിക്ക് വേണ്ടി മാത്രമല്ല, കുറച്ചു കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന വിട്ടുമാറാത്ത പ്രശ്നങ്ങൾക്കാണ് ഇത് പലരും ചെയ്യുന്നത്. 7-ാം ദിവസം ആകുമ്പോഴേക്കും നിങ്ങളുടെ ശാരീരിക വിശപ്പ് മങ്ങും. നിങ്ങളുടെ ആത്മീയ വിശപ്പ് അതിനെ കീഴടക്കും. ഭയങ്കര ആഗ്രഹത്തോടെ നിങ്ങൾ ദൈവത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് എന്തേലും കാര്യത്തിൽ അതിനെ മുഴുവനായിട്ട് പണിതെടുക്കണം എന്ന ആവശ്യമുണ്ടെങ്കിൽ 7 ദിവസത്തെ ഉപവാസം നിങ്ങളെ ഭയങ്കരമായിട്ട് സഹായിക്കും. ഈ 7 ദിവസത്തെ ഉപവാസ സമയത്ത് നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ ഉപവാസം തന്നെ വേണ്ടെന്ന് വയ്ക്കാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ ആഗ്രഹവും കഴിക്കണമെന്നുള്ള വാഞ്ചയും നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും. ആ സമയത്ത് കഴിക്കുന്നതിന് പകരം നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ പല മാറ്റങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും നിങ്ങൾ പുറത്തുള്ള ആശ്വാസത്തെ ആശ്രയിച്ചിരിക്കുന്നവരാണ്. അത് തകർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മാവ് ഉയർന്നു നിൽക്കും. ഇനി അടുത്ത ഉപവാസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. അതാണ് 21 ദിവസത്തെ ഉപവാസം. ദാനിയേൽ 10-ാം അധ്യായത്തിൽ ദാനിയേൽ 21 ദിവസം ഉപവസിച്ചു. ഈ 21 ദിവസ ഉപവാസത്തെ പലപ്പോഴും ദാനിയേൽ ഉപവാസം എന്ന് പറയാറുണ്ട്. വളരെ കുറച്ച് ഭക്ഷണം മാത്രം കഴിക്കും. ഭയങ്കര നല്ല ഫുഡല്ല, നോൺ വെജ് ഒട്ടും തൊടാറില്ല. 21 ദിവസം എടുക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കാരണം ഇത് വാഴ്ചകൾക്കും പ്രാദേശിക അധികാരങ്ങൾക്കും നേരെയുള്ള അല്ലെങ്കിൽ അതിനെതിരായ യുദ്ധത്തിൻ്റെ ഒരു തലമാണ്. 21 ദിവസം ദാനിയേൽ കണ്ട ദർശനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാനായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. 21 ദിവസത്തെ ഉപവാസം നിങ്ങളുടെ ദൂതന്മാർക്ക് 2-ാം സ്വർഗത്തിൽ യുദ്ധം ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടിയുള്ള ഉത്തരം ഭൂമിയിലേക്ക് കൊണ്ടുവരാനും ആവശ്യമായ ഇന്ധനം നൽകുന്നതാണ്. ഈ തലമുറകളുടെ ശാപം, ദീർഘകാലമായിട്ടുള്ള ആസക്തികൾ, വർഷങ്ങളായിട്ട് നിങ്ങളുടെ കുടുംബത്തെ അടിമത്തത്തിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കുന്നു. പൊതുവെ ഒരു ശീലം ഉപേക്ഷിച്ച് മാറ്റിയെടുക്കാനായിട്ട് 21 ദിവസം എടുക്കും. അതേപോലെ തന്നെ ആത്മീയമായി നിങ്ങൾക്കെതിരെയുള്ള എല്ലാ കാര്യങ്ങളെയും മാറ്റി ദൈവത്തിൻ്റെ പുതിയ പദ്ധതിയെ സ്ഥാപിക്കാൻ 21 ദിവസം ഉപവസിക്കുന്നത് നല്ലതാണ്. ഇത് മറ്റൊരു തലത്തെയും കാണിക്കുന്നുണ്ട്. വെളിപ്പാട് കിട്ടാനായിട്ട് ദീർഘിച്ച ഉപവാസവും സങ്കീർണമായി വൈകിയ സാഹചര്യവും. ആദ്യത്തെ ദിവസം തന്നെ അവൻ്റെ വാക്കുകൾ കേട്ടു എന്ന് ദൂതൻ അവനോട് പറഞ്ഞു. പക്ഷേ പൈശാചിക പ്രതിരോധനം കാരണം വരുന്നത് വൈകി. അങ്ങനെ അവൻ ഒരുപാട് ദിവസം ഉപവസിച്ചതുകൊണ്ട് ആ സ്വർഗത്തിലെ ദീർഘകാല യുദ്ധവുമായി അവൻ യോജിച്ചു. അങ്ങനെ നമ്മുടെ അവസാന ഭാഗത്തെത്തി. അതാണ് 40 ദിവസത്തെ ഉപവാസം. ഇത് ആധിപത്യത്തിൻ്റെയും രൂപാന്തരീകരണത്തിൻ്റെയും ഉപവാസമാണ്. മോശ, ഏലിയാവ്, യേശു എല്ലാവരും 40 ദിവസത്തെ ഉപവാസം ചെയ്തു. 40 എന്ന സംഖ്യ ഒരു തലമുറയെയും ഒരു പുതിയ യുഗത്തിലേക്ക് കൊണ്ടുപോകുന്ന പരീക്ഷണ കാലഘട്ടത്തെയും കാണിക്കുന്നുണ്ട്. ഇത് അങ്ങനെ നിസ്സാരമായി പ്രവേശിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് ഒരു സ്വർഗീയ ആഹ്വാനമാണ്. ഈ 40 ദിവസത്തെ ഉപവാസം നിങ്ങളുടെ DNA തന്നെ മാറ്റും. അത് നിങ്ങളുടെ രൂപത്തെ തന്നെ മാറ്റും. 40 ദിവസത്തിന് ശേഷം മോശ മലയിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് അവൻ്റെ മുഖം ഭയങ്കരമായിട്ട് പ്രകാശിച്ചു. അത് കാരണം അവൻ മുഖം മറക്കേണ്ടി വന്നു. യേശു മരുഭൂമിയിൽ നിന്ന് പുറത്തു വന്ന സമയത്ത് അദ്ദേഹം ആത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞിരുന്നു. ഈ തലം രാഷ്ട്രീയപരമായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ ഉയർന്ന തലത്തിലുള്ള അത്ഭുത ശക്തിയിൽ നടക്കാനോ വിളിക്കപ്പെട്ടവർക്കുള്ളതാണ്. അത് ജഡത്തെ പൂർണ്ണമായും ഇല്ലാതാക്കും. ഈ തലത്തിൽ പിശാച് ഒരു പ്രത്യേക കാലഘട്ടത്തേക്ക് മാത്രം നിങ്ങളെ വിട്ട് ഓടിപ്പോകും എന്നല്ല. നിങ്ങളിലുള്ള വെളിച്ചം ഇരുട്ടിനെ പൂർണ്ണമായിട്ട് മാറ്റുന്നത് കൊണ്ട് അവൻ ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഈ ഉപവാസത്തിൻ്റെ പ്രത്യേകതകളൊക്കെ കേട്ടതുകൊണ്ട് ആ പ്രചോദനത്തിൽ കയറി അങ്ങ് ചെയ്യേണ്ട കാര്യമല്ല ഈ ഉപവാസം എന്ന് പറയുന്നത്. നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾക്ക് നല്ല വ്യക്തത ഉണ്ടാകണം. ഇത് ജഡത്തിൽ ആഴത്തിലുള്ള മരണത്തെയും ഉയർന്ന തലത്തിലുള്ള ഏറ്റുമുട്ടലുകളെയും പ്രതിനിധീകരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് എന്താണ് പറയുന്നത് അത് ശ്രദ്ധിക്കുക. ആരെങ്കിലും ചെയ്യുന്ന ഒരു ഉപവാസത്തെ കോപ്പി അടിക്കരുത്. നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ വലിപ്പത്തിന് പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള ഉപവാസത്തിൻ്റെ തലത്തിലേക്ക് ആത്മാവ് നിങ്ങളെ നയിക്കും. എല്ലാ വിശ്വാസികൾക്കും അങ്ങേയറ്റത്തെ ദൈർഘ്യമുള്ള ഉപവാസം എടുക്കുക എന്നതായിരിക്കും ആഗ്രഹം. പക്ഷേ അങ്ങനെ ചെയ്യരുത്. മറിച്ച് ഉപവാസത്തിൻ്റെ വ്യത്യസ്ത തലങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത മാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ജീവിതശൈലി കെട്ടിപ്പടുത്തുക എന്നതായിരിക്കണം.
വല്ലപ്പോഴും ഒരു ദിവസത്തെ ഉപവാസം എടുക്കുക, ഇടയ്ക്കിടയ്ക്ക് 3 ദിവസത്തെ ഉപവാസം എടുക്കുക, ആത്മാവ് നയിക്കുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് 21 40 ദിവസമൊക്കെ ഉപവസിക്കുക. ഇത് ആത്മീയ മനുഷ്യൻ്റെ ബലത്തെ വർദ്ധിപ്പിക്കും. നിങ്ങളുടെ ആത്മാവിനെ താഴ്ത്താനും നിങ്ങളുടെ ആത്മാവിൻ്റെ മൂർച്ചയെ കൂട്ടാനും പ്രത്യേക കാര്യങ്ങളിൽ ദൈവവുമായി പങ്കാളിയാകാനും വേണ്ടി നിങ്ങളിത് ചെയ്യുക. പ്രാർത്ഥനയില്ലാത്ത ഉപവാസം പട്ടിണി കിടക്കുന്നതാണ് എന്നത് ഓർക്കുക. യെശയ്യാവ് 58-ാം അധ്യായത്തിൽ ചുമ്മാ ചെയ്യുന്ന ഉപവാസത്തെ ശാസിക്കുന്നുണ്ട്. അന്യായ ബന്ധങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം എന്ന് ദൈവം തന്നെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഉപവസിക്കുമ്പോൾ ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. മാനസാന്തരം, സ്വാതന്ത്ര്യം, മധ്യസ്ഥത, അങ്ങനെ നിങ്ങളുടെ ഉപവാസം വചനധ്യാനവും ആരാധനയും കൊണ്ട് നിറയ്ക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.